ജസ്റ്റ് കൈ കൊണ്ട് ഇതാക്കി എടുക്കുമ്പോൾ തന്നെ ഇത് ഇത്രയുണ്ട്. മെയിൻ പുള്ളിങ് ഇല്ലായിരിക്കണൊക്കെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇടക്കിടക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാം. മിക്കവാറും 1,00,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലത്. അപ്പോൾ ഇതിപ്പോൾ അയച്ചെടുത്ത കണ്ടീഷനല്ല, ഇനിയിപ്പോൾ ക്ലീൻ ചെയ്ത ശേഷമുള്ള കണ്ടീഷൻ കറക്റ്റ് ഇതിൻ്റെ യഥാർത്ഥ രൂപം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഉള്ളിലത്തൊക്കെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇത് EGR കൂളറാണ്. ഇത് കണ്ടോ, ഇതിനുള്ളിലൊക്കെ ആ ഹോളുകളൊക്കെ ബ്ലോക്കാണ്, ഒക്കെ ക്ലീൻ ചെയ്യാണ്ട് ഡീസലൊക്കെ ഇട്ട് നല്ല പ്രഷർ വാഷ് അടിച്ച് ക്ലീൻ ചെയ്യാം. EGR മാനിഫോൾഡ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ ഫുള്ള് EGRൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ, ആദ്യത്തെ കണ്ടീഷനും ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കിയാൽ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. കാർബൺ ഡെപ്പോസിറ്റൊക്കെ അടഞ്ഞിട്ട് ഈ വാൾവൊക്കെ ഇങ്ങനെ ചെറിയ സ്റ്റക്ക് വരും ചില വണ്ടിക്ക്. ഈ വണ്ടിക്ക് അത്ര വലിയ സ്റ്റക്കൊന്നും ഉണ്ടായില്ല, വാൾവ് വർക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഫുള്ള് കാർബൺ ഡെപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലോക്കായിട്ടുണ്ടായിരുന്നു. ഇതാണ് EGRൻ്റെ അവസ്ഥ ഉണ്ടോ. അപ്പോൾ ക്ലീനാക്കിയപ്പോൾ കണ്ട നല്ല ബ്ലാക്ക് ഇതൊക്കെ പോയി ഫുള്ള് നല്ല കളറുണ്ട്, ആക്ച്വൽ കളർ വന്നിട്ടുണ്ട്. അതുപോലെ EGRൻ്റെ കൂളർ ഇതാ, അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഫുള്ള് ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലീനാക്കി. അതുപോലെ അതിൻ്റെ ആ ഇതിലേക്ക് പോണ വഴി ഇതാ, EGR കൂളറിന്ന് ഇതിലേക്ക് ലൈനിലേക്ക് പോകുന്നത് ഈ വഴിയാണ്, മാനിഫോൾഡിലേക്ക് പോകുന്ന ഈ ഭാഗം. ഇത് EGR കൂളർ, EGRൻ്റെ ആ സോളിനോയിഡ് സ്വിച്ച് വരില്ല ഈ ഭാഗത്ത്, സോളിനോയിഡ് സ്വിച്ച് വരുന്ന ഭാഗം. അതുപോലെ ഇതിൻ്റെ അകത്ത് മാനിഫോൾഡിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു ഭാഗത്ത് വരുന്ന വാൾവാണ് കണ്ട, ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. അത് നേരത്തെ കണ്ടീഷനും ഇപ്പോഴത്തെ കണ്ടീഷനും കണ്ട ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്, ഫുൾ ബ്ലോക്കൊക്കെ പോയി. അതുപോലെ മാനിഫോൾഡിൻ്റെ അകം നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ മാനിഫോൾഡിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ കണ്ട ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ കളർ എന്ന് പറഞ്ഞാൽ. കറക്റ്റ് റൗണ്ട് കണ്ട് നേരത്തെ ആ ഇടക്ക് ഇതൊക്കെ ഫുള്ള് സൈഡ് ഈ ഓപ്പണിംഗ് ഭാഗത്തൊക്കെ ഫുള്ള് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ സിലിണ്ടറിലേക്ക് പോകുന്ന ഭാഗത്തും ഇതുപോലെയൊക്കെ ക്ലീൻ ചെയ്യണം. 1,00,000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഇതുപോലെ EGR മാനിഫോൾഡ്, അതുപോലെ ഇതിൻ്റെ ഇൻ്റർകൂളർ നമുക്ക് ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചാണ്. പൈപ്പ് ഇത് ബ്രസൻ്റെയാണ്, ഇതിപ്പോൾ ഇൻ്റർകൂളറിൽ നിന്ന് വരുന്നൊരു പൈപ്പാണ്. ഈ ഒരു പൈപ്പ് ഇതിൽ കണക്ട് ചെയ്യുന്ന ഇതാ മാനിഫോൾഡിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് വരുന്നത്. പിന്നെ അതും കൂടി അഴിച്ചിട്ട് ക്ലീൻ ചെയ്താൽ കേട്ടോ. ഓക്കെ.